എല്ലാവർക്കും സക്സസ് മന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ പേരുകളാണ്. ഏകദേശം ഒരു 35 അല്ലെങ്കിൽ 40 ആളുകളുടെ പിതാക്കന്മാരുടെ പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. ഒരിക്കലും പഠിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലരും ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ 35 ആളുകളുടെ പേരുകളും പഠിച്ചിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന അതേ ഫീലിങ്ങിൽ തന്നെ നിങ്ങൾ ഇരിക്കണം. പരമാവധി ഞാൻ പറയുന്നത് നിങ്ങൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കണം. അതായത് ഒരു ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഫീലിങ്ങിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിലും ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഞാൻ പരമാവധി റിപ്പീറ്റ് ചെയ്ത് പറയും. മാക്സിമം നിങ്ങൾ എന്നോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ 35 ആളുകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ റിവിഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഒരുമിച്ച് എന്നോടൊപ്പം തന്നെ പറയാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആളുടെ പേര് ക്ലോണിംഗ്. ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? പഠിച്ചു വെക്കണം. ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ആണ്. ഇയാൻ വിൽമുട്ട് ആണ് ക്ലോണിങ്ങിൻ്റെ പിതാവ്. ഇയാൻ വിൽമുട്ട് ആണ്. ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജീവി അത് ഏതാണെന്ന് ചോദിച്ചാൽ ഡോളി എന്ന ചെമ്മരിയാടാണ്. അപ്പോൾ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഡോളി എന്ന ചെമ്മരിയാടാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിൽമുട്ട് ആണ്. ഇയാൻ വിൽമുട്ട് ആണ്. എന്നോടൊപ്പം പറയണം, ഇയാൻ വിൽമുട്ട്. അപ്പോൾ ക്ലോണിങ്ങിൻ്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ജനറ്റിക്സ്. ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം ഗ്രിഗർ മെൻഡൽ. ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം ഗ്രിഗർ മെൻഡൽ. ഒരുമിച്ച് പറയണം, ഗ്രിഗർ മെൻഡൽ. അപ്പോൾ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഗ്രിഗർ മെൻഡൽ ആണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഗ്രിഗർ മെൻഡൽ എന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട്. ഇയാൻ വിൽമുട്ട്. അടുത്ത് നമ്മൾ പഠിച്ചത് ജനിതക ശാസ്ത്രം. ജനിതക ശാസ്ത്രം ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ മെൻഡൽ എന്ന് പഠിച്ചാൽ മതി. അടുത്തത് ജനറ്റിക് എഞ്ചിനീയറിംഗ്. മാറിപ്പോരുത്. ജനിതക ശാസ്ത്രങ്ങൾ പഠിച്ചു, ജനറ്റിക്സ് പഠിച്ചു. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം, പോൾ ബെർഗ് ആണ് ഉത്തരം. പോൾ ബെർഗ്. അപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് ചോദിച്ചാൽ പോൾ ബെർഗ് ആണ്. ജനിതക ശാസ്ത്രം ചോദിച്ചാൽ അത് ഗ്രിഗർ മെൻഡൽ ആണ്. ഗ്രിഗർ മെൻഡൽ എന്നോടൊപ്പം പറഞ്ഞു പഠിക്കുക, ഗ്രിഗർ മെൻഡൽ. അപ്പോൾ ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് ആണെന്ന് പഠിച്ചു. ജനിതക ശാസ്ത്രം ഗ്രിഗർ മെൻഡൽ ആണെന്ന് പഠിച്ചു. ജനിതക എഞ്ചിനീയറിംഗ് ചോദിച്ചാൽ പോൾ ബെർഗ് ആണ്. ജനിതക എഞ്ചിനീയറിംഗ് പോൾ ബെർഗ് ആണ്. അടുത്ത് പഠിക്കാനുള്ളത് മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറി. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ തിയറി? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് ചോദിക്കും. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചത് മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവാരാന്നാണ്. എന്നാൽ കഴിഞ്ഞ മാസം നടന്ന UPSC എക്സാമിന് ചോദിച്ചത് ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നാണ്. അപ്പോൾ രണ്ടും പഠിച്ചു നോക്കാം, മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തം. എന്താണ് ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ? ജീവികളിൽ ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് ജീവപരിണാമത്തിന് കാരണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ തിയറി. അപ്പോൾ ഈ മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് ചോദിച്ചാൽ ഹ്യൂഗോ ഡീവ്രിസ് ആണ്. പറഞ്ഞു തന്നെ പഠിക്കണം, ഹ്യൂഗോ ഡീവ്രിസ്. മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് ഹ്യൂഗോ ഡീവ്രിസ് ആണ്, അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ പിതാവ് ഹ്യൂഗോ ഡീവ്രിസ് ആണ്. ഹ്യൂഗോ ഡീവ്രിസ്. അപ്പോൾ മ്യൂട്ടേഷൻ തിയറി ഹ്യൂഗോ ഡീവ്രിസ്. ക്ലോണിങ് ഇയാൻ വിൽമുട്ട്. ജനറ്റിക്സ് ഗ്രിഗർ മെൻഡൽ. ജനിതക എഞ്ചിനീയറിംഗ് പോൾ ബെർഗ്. മ്യൂട്ടേഷൻ തിയറി ഹ്യൂഗോ ഡീവ്രിസ്. ഉൽപരിവർത്തന സിദ്ധാന്തം ഹ്യൂഗോ ഡീവ്രിസ്. ഉൽപരിവർത്തന സിദ്ധാന്തം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ തിയറി ഹ്യൂഗോ ഡീവ്രിസ്. ഹ്യൂഗോ ഡീവ്രിസ്. അടുത്ത് പഠിക്കേണ്ടത് ടാക്സോണമി. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയും. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം. എന്താണ് വർഗീകരണ ശാസ്ത്രം? വർഗീകരണ ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഭൂമുഖത്തുള്ള ജീവനുകളെ കണ്ടെത്തുകയും അവയെ ശാസ്ത്രീയമായി തരംതിരിക്കുകയും അവയ്ക്ക് ലോകമെമ്പാടും അംഗീകരിക്കുന്ന രീതിയിൽ പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം. എന്താണ് വർഗീകരണ ശാസ്ത്രം? ഭൂമുഖത്തുള്ള ജീവനുകളെ കണ്ടെത്തി അവയെ ശാസ്ത്രീയമായി തരംതിരിച്ച്
അവയ്ക്ക് പേര് നൽകുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. അപ്പോൾ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, കാൾ ലിനേയസ് ആണ്. അപ്പോൾ വർഗീകരണ ശാസ്ത്രം കാൾ ലിനേയസ്. അടുത്ത് പഠിക്കാനുള്ളത് സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? സൈറ്റോളജിയുടെ പിതാവ്, സൈറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ഈ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം കണ്ടെത്തിയ വ്യക്തി ആരാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. റോബർട്ട് ഹുക്ക് ആണെന്ന് പഠിച്ചു. റോബർട്ട് ഹുക്ക്. അപ്പോൾ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജി. അപ്പോൾ ഈ സൈറ്റോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാലും റോബർട്ട് ഹുക്ക് ആണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക് ആണ്. അപ്പോൾ സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക് ആണ്. മ്യൂട്ടേഷൻ തിയറി ചോദിച്ചാൽ അത് ഹ്യൂഗോ ഡി വ്രിസ്. ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ഉൽപരിവർത്തന സിദ്ധാന്തം എന്നാണ് ചോദ്യമെങ്കിലും ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ടാക്സോണമി ചോദിച്ചാൽ അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം ചോദിച്ചാൽ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ്. അടുത്തത് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ആ പേര് തന്നെ നമുക്ക് കിട്ടും. ലൂയി പാസ്ചർ. ലൂയി പാസ്ചർ ആണ് പാസ്ചറൈസേഷൻ കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? നമ്മൾ പാലൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടി, ബാക്ടീരിയയിൽ നിന്നൊക്കെ വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ്ചറൈസേഷൻ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 ഡിഗ്രി സെൽഷ്യസിൽ പാല് 16 സെക്കൻഡ് നേരത്തേക്ക് ചൂടാക്കും. എന്താണ്? 72 ഡിഗ്രി സെൽഷ്യസ്, 71.7 എന്നൊക്കെയാണ് പറയുന്നത്. 72 ഡിഗ്രി സെൽഷ്യസിൽ 16 സെക്കൻഡ് നേരത്തേക്ക് പാല് ചൂടാക്കും. 16 സെക്കൻഡ് തൊട്ട് 25 സെക്കൻഡ് വരെ ആവാം. 25 സെക്കൻഡിൽ താഴെ ആയിരിക്കണമെന്ന്. അപ്പോൾ 16 സെക്കൻഡ് നേരത്തേക്ക് 72 ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയതിന് ശേഷം അതിനെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്നു. ഈ ഒരു പ്രക്രിയയാണ്, ഈ ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാസ്ചറൈസേഷന്റെ പിതാവ് ചോദിച്ചാൽ ലൂയി പാസ്ചർ ആണ്. അപ്പോൾ ഈ ലൂയി പാസ്ചറിന്റെ കണ്ടുപിടുത്തങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ലൂയി പാസ്ചറിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കൊപ്ര എന്ന് പഠിച്ചു വെച്ചാൽ മതി. കൊപ്ര. അപ്പോൾ എന്താണ് കൊപ്ര? CO. ഫസ്റ്റ് ഇത് കോഡാണ്. കൊപ്ര എന്ന് പറയുന്നത് CO എന്ന് പറഞ്ഞാൽ കോളറ വാക്സിൻ ആണ്. കോളറ വാക്സിൻ. അടുത്തത് P. നമ്മൾ പഠിച്ചു കഴിഞ്ഞു പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ കണ്ടെത്തിയതും ലൂയി പാസ്ചർ ആണ്. കോളറ വാക്സിൻ കണ്ടെത്തിയതും ലൂയി പാസ്ചർ ആണ്. പാസ്ചറൈസേഷൻ കണ്ടെത്തിയതും ലൂയി പാസ്ചർ ആണ്. അടുത്തത് R. റാബീസ് വാക്സിൻ. കൊപ്രയില COP കഴിഞ്ഞു. അടുത്തത് R ആണ്, റാബീസ് വാക്സിൻ. എന്താണ് റാബീസ് വാക്സിൻ? പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിനാണ് റാബീസ് വാക്സിൻ. അപ്പോൾ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് റാബീസ് വാക്സിൻ. പഠിച്ചിരിക്കണം. അത് കണ്ടെത്തിയത് ലൂയി പാസ്ചർ ആണ്. അടുത്തത് A. ആന്ത്രാക്സ് വാക്സിൻ. ആന്ത്രാക്സ് വാക്സിൻ. ആന്ത്രാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ വെപ്പണായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് ആന്ത്രാക്സ്. ഓക്കെ. അപ്പോൾ ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയതും ലൂയി പാസ്ചർ ആണ്. ലൂയി പാസ്ചർ ആണ്. അതുപോലെ ബാക്ടീരിയോളജിയുടെ പിതാവ് ആരാണ്? ബാക്ടീരിയോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാലും ലൂയി പാസ്ചർ ആണ്. അപ്പോൾ ബാക്ടീരിയോളജിയുടെ പിതാവ് ചോദിച്ചാലും ലൂയി പാസ്ചർ ആണ്. ജേം തിയറി ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ മുഖേനയാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലൂയി പാസ്ചർ. എന്താണ്? സൂക്ഷ്മജീവികൾ മുഖേനയാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലൂയി പാസ്ചർ. അപ്പോൾ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, അതേപോലുള്ള ബാക്ടീരിയ എന്നിവയൊക്കെയാണ് സൂക്ഷ്മജീവികൾ. അപ്പോൾ ഇത് മുഖേനയാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലൂയി പാസ്ചർ. ലൂയി പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് കുനൂർ, തമിഴ്നാട്. കുനൂർ, തമിഴ്നാട്. എന്നോടൊപ്പം പറയണം, കുനൂർ, തമിഴ്നാട്. എന്താണ്? പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് കുനൂർ, തമിഴ്നാട്ടിലാണ്. കുനൂർ, തമിഴ്നാട്ടിലാണ് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ബാക്ടീരിയോളജിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാലും ലൂയി പാസ്ചർ ആണ്. പാസ്ചറൈസേഷന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും ലൂയി പാസ്ചർ ആണ്. അപ്പൊ ബാക്ടീരിയോളജിയുടെ പിതാവ് ലൂയി പാസ്ചർ. അടുത്തത് മോഡേൺ ബാക്ടീരിയോളജി. ഒന്ന് അറിഞ്ഞു വെക്കണം. മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ റോബർട്ട് കൊച്ചാണ്. റോബർട്ട് കൊച്ച്. അപ്പൊ റോബർട്ട് കൊച്ചാണ് മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ റോബർട്ട് കൊച്ചാണ് TB ബാക്ടീരിയ അല്ലെങ്കിൽ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ കണ്ടെത്തിയത് റോബർട്ട് കൊച്ചാണ്. അതുകൊണ്ട് മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും റോബർട്ട് കൊച്ചാണ്. അപ്പോൾ ബാക്ടീരിയോളജിയുടെ പിതാവ് ലൂയി പാസ്ചർ, മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് റോബർട്ട് കൊച്ചാണ്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? അതുപോലെ
നമ്മൾ ലൂയി പാസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് കൂടി പഠിച്ചു നോക്കണം. കഴിഞ്ഞ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ചാൻസ് ഫേവേഴ്സ് ഓൺലി ദ പ്രിപ്പയർഡ് മൈൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ചാൻസ് ഫേവേഴ്സ് ഓൺലി ദ പ്രിപ്പയർഡ് മൈൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ലൂയി പാസ്റ്റർ ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ടാണ്. അടുത്ത് പഠിച്ചത് ജനറ്റിക്സ്, ജനിതക ശാസ്ത്രം, ഗ്രിഗർ മെന്റൽ ആണ്. അടുത്തത് ജനിതക എഞ്ചിനീയറിംഗ്, ട്വിസ്റ്റ് ഉണ്ട്, പോൾ ബെർഗ് ആണ്. ജനിതക എഞ്ചിനീയറിംഗ് പോൾ ബെർഗ് ആണ്. അടുത്ത് പഠിച്ചത് മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തം ഹ്യൂഗോ ഡീവ്രിസ്. അടുത്ത് പഠിച്ചത് ടാക്സോണമിയാണ്. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രമാണ്. കാൾ ലിനേയസ് ആണ്. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ് ആണ്. അടുത്ത് പഠിച്ചത് സൈറ്റോളജി മീൻസ് സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആയതുകൊണ്ട് സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും റോബർട്ട് ഹുക്കാണ്. അടുത്തത് പാസ്ചറൈസേഷൻ നമ്മൾ പഠിച്ചു. ലൂയി പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ കൊപ്ര എന്ന് പഠിച്ചു വെച്ചു. കോളറ വാക്സിൻ, പാസ്ചറൈസേഷൻ, റാബിസ് വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ. ചാൻസ് ഫേവേഴ്സ് ഓൺലി ദ പ്രിപ്പയർഡ് മൈൻഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലൂയി പാസ്റ്റർ. അതുപോലെ ബാക്ടീരിയോളജിയുടെ പിതാവും ലൂയി പാസ്റ്റർ ആണ്. ജേം തിയറി ഓഫ് ഡിസീസസ് കണ്ടെത്തിയ വ്യക്തിയും ലൂയി പാസ്റ്റർ ആണ്. മോഡേൺ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് കൊച്ചാണ്. ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കുനൂർ തമിഴ്നാട്ടിലാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ്. അപ്പോൾ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചാൾസ് ഡാർവിൻ. അപ്പോൾ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ എവല്യൂഷന്റെ പിതാവ് ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ ആണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഫാദർ ഓഫ് മോഡേൺ ബയോളജി, ആധുനിക ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ചാൾസ് ഡാർവിൻ ആണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ പരിണാമ സിദ്ധാന്തം ചോദിച്ചാൽ ചാൾസ് ഡാർവിൻ ആണ്. ഇപ്പം ഈ ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത്, അദ്ദേഹം പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദ്വീപ് ഏതാണ്? ചോദിച്ചാൽ അത് ഗാലപ്പഗോസ് ആർക്കിപ്പലാഗോയാണ്. ഗാലപ്പഗോസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദ്വീപ് ചോദിച്ചാൽ ഗാലപ്പഗോസ് ആണ്. അടുത്ത് പഠിക്കാനുള്ളത്, അദ്ദേഹം പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ ഈ ഗാലപ്പഗോസ് ദ്വീപിലേക്ക് സഞ്ചരിച്ച കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് HMS ബീഗിൾ. അപ്പോൾ പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ ഡാർവിൻ തെരഞ്ഞെടുത്ത ദ്വീപ് ചോദിച്ചാൽ ഗാലപ്പഗോസ് ആണ്. എന്നാൽ അദ്ദേഹം അതിനുവേണ്ടി സഞ്ചരിച്ച കപ്പലിന്റെ പേര് ചോദിക്കും HMS ബീഗിൾ ആണ്. അപ്പോൾ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് ചാൾസ് ഡാർവിൻ ആണ്. അടുത്തത് പഠിക്കാനുള്ളത് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുശ്രുതൻ. അപ്പോൾ സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി എന്ന് ചോദിച്ചാലും സുശ്രുതനാണ്. സർജറിയും പ്ലാസ്റ്റിക് സർജറിയുടെയും പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ അത് സുശ്രുതനാണ്. ഈ സുശ്രുതനാണ് ലോകത്തിൽ ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. നമ്മുടെ കണ്ണിന്റെ ക്ലാസ് കണ്ടുവെക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കോർണിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ കാണാത്തവർ ആ ക്ലാസ് കാണാം, കണ്ണിന്റെ ക്ലാസ് കാണാം, വ്യക്തമായിട്ട് കണ്ണിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഒരു ഭാഗം ഏതാണ്? ഒരേ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർണിയാണ്. നമ്മുടെ കണ്ണിന്റെ ഈ മുന്നിൽ കാണുന്ന ഈ കറുപ്പ് ഭാഗത്തിന് മുന്നിൽ കാണപ്പെടുന്ന ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലത്തെ ഒരു കാര്യമാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ചോദിച്ചാൽ അത് കോർണിയാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. അതുകൊണ്ട് അദ്ദേഹം സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് സുശ്രുതനാണ്. അടുത്തത് പഠിക്കേണ്ടത് ഹൃദയ ശസ്ത്രക്രിയ. അപ്പോൾ സർജറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ശസ്ത്രക്രിയയുടെ പിതാവ് നമ്മൾ സുശ്രുതൻ എന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് പഠിക്കാനുള്ളത് ഹൃദയ ശസ്ത്രക്രിയ, ഹാർട്ട് സർജറിയുടെ പിതാവ് ആരാണെന്നാണ്. ഹാർട്ട് സർജറിയുടെ പിതാവ് ചോദിച്ചാൽ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ആണ് ഹാർട്ട് സർജറി, ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ഒരു രീതിയിൽ അറിയപ്പെടാനുണ്ടായ കാരണം ഞാൻ പറയാം. ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ശ്രദ്ധിച്ചിരിക്കണം, ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ വെച്ചിട്ടാണ്, ഹോസ്പിറ്റലിന്റെ പേര് പഠിച്ചു വെക്കണം, സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ, സൗത്ത് ആഫ്രിക്ക, അവിടെ വെച്ചിട്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്.
വർഷം കൂടി പഠിച്ചു വെച്ചോ, 1967 ഡിസംബർ 3-ാം തീയതി 1967 ഡിസംബർ 3-ാം തീയതിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ലോകത്തിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. വർഷം 1967 ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ചോദിച്ചാൽ ഡിസംബർ 3 കാരണം 1967 ഡിസംബർ 3 ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ വെച്ചിട്ട്, സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ലോകത്തിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അതുകൊണ്ട് ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ്. അപ്പോൾ ഈ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡിന്റെ ഒരു 2 ആത്മകഥകളുണ്ട്. ഇപ്പൊ 2 ഓട്ടോബയോഗ്രഫീസ് ഉള്ള വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. അദ്ദേഹത്തിന്റെ ആത്മകഥകളുടെ പേരുകൾ പഠിച്ചു നോക്കുക. വൺ ലൈഫ്, ആദ്യത്തെ എന്നാണ് വൺ ലൈഫ്. ആദ്യമായിട്ട് അദ്ദേഹം എഴുതിയത് വൺ ലൈഫ് എന്നുള്ള പുസ്തകമായിരുന്നു. അതിനുശേഷം എഴുതിയ രണ്ടാമത്തെ ആത്മകഥയാണ് ദ സെക്കൻഡ് ലൈഫ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം വൺ ലൈഫ്, ആദ്യം അദ്ദേഹം വിചാരിച്ചത് ഒരു ലൈഫ് ഉള്ളൂ എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം ഹൃദയമൊക്കെ മാറ്റി വെച്ചപ്പോൾ സെക്കൻഡ് ലൈഫ് കിട്ടി. അപ്പോൾ വൺ ലൈഫ്, ദ സെക്കൻഡ് ലൈഫ്, രണ്ട് പുസ്തകങ്ങളാണ്, 2 ആത്മകഥകളാണ്. എഴുതിയ വ്യക്തി ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ്. ഫാദർ ഓഫ് ഹാർട്ട് സർജറി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളുടെ പേരുകൾ പഠിച്ചു, ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് എന്ന്. അപ്പോൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ആരാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി, എയിംസ് ന്യൂഡൽഹി. വർഷം 1994 ഓഗസ്റ്റ് മാസം 3-ാം തീയതി. 1994 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഡോക്ടർ പി വേണുഗോപാൽ എയിംസ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ പി വേണുഗോപാൽ, എയിംസ് ന്യൂഡൽഹി, 1994 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത്, നമ്മുടെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ആരാന്ന് പഠിച്ചു നോക്കണം. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം. അപ്പോൾ പഠിച്ചു നോക്കണം, കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം. വർഷം പഠിക്കാൻ എളുപ്പമാണ്, 2013 മെയ് 13 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ ഈ 3 പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ്. ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റൽ, സൗത്ത് ആഫ്രിക്ക, 1967 ഡിസംബർ 3-ാം തീയതിയാണ്. ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനമായിട്ട് ആചരിക്കുന്നു. രണ്ടാമത് പഠിച്ചത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാൽ, എയിംസ് ന്യൂഡൽഹി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. 1994 ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഓഗസ്റ്റ് 3-ാം തീയതി ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേശീയതയൊക്കെ കുറച്ച് വരുന്ന മാസമാണ് അല്ലേ. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമെന്ന് ഓർത്തു വെക്കാം. അടുത്തത് നമ്മൾ പഠിച്ചത്, കേരളത്തിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം. വർഷം 2013 മെയ് 13 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡിന്റെ 2 ആത്മകഥകളുടെ പേരുകൾ പഠിച്ചു വെക്കണം. വൺ ലൈഫ്, ദ സെക്കൻഡ് ലൈഫ്. അപ്പോൾ നമ്മൾ പഠിച്ചത് സർജറിയുടെ പിതാവ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് സുശ്രുതൻ എന്ന് പഠിച്ചു. ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ചോദിച്ചാൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് എന്ന് പഠിച്ചു. അടുത്ത് പഠിക്കാനുള്ളത് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ആരാന്ന് പഠിച്ചു വെക്കണം. വാൾട്ടൺ ലില്ലിഹേ. എന്നോടൊപ്പം പറയണം, വാൾട്ടൺ ലില്ലിഹേ. ഒന്നുകൂടി പറഞ്ഞേ, വാൾട്ടൺ ലില്ലിഹേ ആണ്
തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ്. അപ്പോൾ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ ചെയ്ത ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ വാൾട്ടൺ ലില്ലിഹെയാണ്. അദ്ദേഹമാണ് അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പം. ആദ്യമായിട്ട് ഹൃദയം തുറക്കാനായിട്ട് ഇവരുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ഒരു വാള് വെച്ച് വെട്ടിപ്പൊളിച്ചിട്ടാണ് തുറന്നതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വാൾട്ടൺ ലില്ലിഹെ. ഹൃദയമൊക്കെ തുറക്കുമ്പോൾ സാധാരണ റോസാപ്പൂ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ലില്ലി പൂവാണ് കിട്ടിയതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൺ ലില്ലിഹെ. ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൺ ലില്ലിഹെ. അടുത്ത് പഠിക്കേണ്ടത് രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ആരാണ്? അത് ജോസഫ് ലിസ്റ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ജോസഫ് ലിസ്റ്റർ. അപ്പോൾ രോഗാണു വിമുക്ത ശസ്ത്രക്രിയ ജോസഫ് ലിസ്റ്റർ ആണ്. അദ്ദേഹമാണ് ആൻറ്റിസെപ്റ്റിക് കണ്ടെത്തിയത്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് കണ്ടെത്തിയ വ്യക്തിയാണ് ജോസഫ് ലിസ്റ്റർ. അതുകൊണ്ട് അദ്ദേഹം രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ജോസഫ് ലിസ്റ്റർ. നമ്മൾ ശസ്ത്രക്രിയയുടെ പിതാവ് പഠിച്ചു, അത് സുശ്രുതനാണ്. ഹൃദയ ശസ്ത്രക്രിയ പഠിച്ചു, ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. തുറന്ന ഹൃദയ ശസ്ത്രക്രിയ പഠിച്ചു, വാൾട്ടൺ ലില്ലിഹെ എന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് രോഗാണു വിമുക്ത ശസ്ത്രക്രിയ ജോസഫ് ലിസ്റ്റർ. അദ്ദേഹം തന്നെയാണ് ആൻറ്റിസെപ്റ്റിക് കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ ആണ്. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാണ് ജോസഫ് ലിസ്റ്റർ. അടുത്തത് പഠിക്കാനുള്ളത് ഹോമിയോപ്പതിയുടെ പിതാവ് ചോദിച്ചാൽ സാമുവൽ ഹാനിമാൻ ആണ്. നമ്മൾ ഹോമിയോ ഗുളികളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഹോമിയോപ്പതിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ സാമുവൽ ഹാനിമാൻ എന്നൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പഠിച്ചു വെക്കുക. സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത് പഠിക്കേണ്ടത് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാന്നാണ്. ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ഇസ്മാർക്ക് ആണ്. അപ്പോൾ ഡോക്ടർ ഇസ്മാർക്ക് ആണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ ഇസ്മാർക്ക് ആണ്. ബിസ്മാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഡോക്ടർ ഇസ്മാർക്ക് ആണ് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ചോദിച്ചാൽ HMS ബീഗിൾ ആണ്. തെരഞ്ഞെടുത്ത ദ്വീപ് ചോദിച്ചാൽ ഗാലപ്പഗോസ് ആണ്. സർജറിയുടെ പിതാവ് സുശ്രുതനാണ്. ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ഓപ്പൺ ഹാർട്ട് സർജറി തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ചോദിച്ചാൽ വാൾട്ടൺ ലില്ലിഹെയാണ്. രോഗാണു വിമുക്ത ശസ്ത്രക്രിയ ചോദിച്ചാൽ ജോസഫ് ലിസ്റ്റർ ആണ്. ആൻറ്റിസെപ്റ്റിക് കണ്ടെത്തിയതും ജോസഫ് ലിസ്റ്റർ ആണ്. ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ. ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ ഡോക്ടർ ഇസ്മാർക്ക്. അടുത്ത് പഠിക്കേണ്ടത് എൻഡോക്രൈനോളജിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഹോർമോണുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്, പഠനശാഖയാണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ. എന്താണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ? എൻഡോക്രൈൻ സിസ്റ്റംസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചും അവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് എൻഡോക്രൈനോളജി. അപ്പോൾ ഈ എൻഡോക്രൈനോളജിയുടെ പിതാവ് പഠിച്ചു വെക്കണം, തോമസ് അഡിസൺ അല്ലെങ്കിൽ ടി അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഹോർമോണുകളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ആ ഒരു പഠനശാഖയാണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പിതാവ് ചോദിച്ചാൽ ടി അഡിസൺ ആണ്. അടുത്ത് പഠിക്കേണ്ടത് ഇന്ത്യൻ വനശാസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ സർ ഡെയ്ട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. വനത്തിലൂടെയൊക്കെ പോകുമ്പോൾ എന്താണ് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ബ്രാൻഡി അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യൻ വനശാസ്ത്രം സർ ഡെയ്ട്രിച്ച് ബ്രാൻഡിസ് ആണ്. അടുത്ത് പഠിക്കേണ്ടത് സൈക്കോ അനാലിസിസ്, മനഃശാസ്ത്ര അപഗ്രഥനം. ഇമ്പോർട്ടൻ്റ് ആണ് മനഃശാസ്ത്ര അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിതാവ് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. പഠിച്ചു വെക്കണം, സിഗ്മണ്ട് ഫ്രൂയിഡ്. എന്നോടൊപ്പം പറയാ സിഗ്മണ്ട് ഫ്രൂയിഡ്. അപ്പോൾ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഈ സിഗ്മണ്ട് ഫ്രൂയിഡായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നാണ്. സിഗ്മണ്ട് ഫ്രൂയിഡിൻ്റെ പുസ്തകത്തിൻ്റെ പേര്.
ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ സൈക്കോ അനാലിസിസ് അഥവാ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റിയും ഹോർമോണുകളെ പറ്റിയും അവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എൻഡോക്രൈനോളജി. പിതാവ് ടി അഡിസൺ ആണ്. ഇന്ത്യൻ വനശാസ്ത്രം സർ ഡെയ്ട്രിച്ച് ബ്രാൻഡിസ്. അടുത്ത് പഠിച്ചത് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനഃശാസ്ത്ര അപഗ്രഥനം എന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രൂയിഡ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നാണ് സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ പുസ്തകത്തിന്റെ പേര്. അടുത്ത് പഠിക്കേണ്ടത് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തചംക്രമണം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ രക്തപര്യന വ്യവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ അത് വില്യം ഹാർവി. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഹാർവിയാണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ, രക്തചംക്രമണം എന്നൊക്കെ ചോദിച്ചാൽ വില്യം ഹാർവിയാണ്. അടുത്ത് പഠിക്കേണ്ടത് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ്? രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അപ്പോൾ കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പ്. ഈ രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ നിർണ്ണയിക്കുന്നത് അതിലെ RH ഘടകമാണ്. RH ഫാക്ടർ അല്ലെങ്കിൽ RH ഘടകമാണ്. ഈ RH ഘടകം കണ്ടെത്തിയതും രക്തഗ്രൂപ്പ് കണ്ടെത്തിയതും കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. നമ്മൾ നേരത്തെ ഒരാളുടെ പേര് പഠിച്ചു, കാൾ ലിനേസ്. ആരാണ് കാൾ ലിനേസ്? വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവാണ് കാൾ ലിനേസ്. കാൾ ലാൻഡ്സ്റ്റൈനർ വേറെ, കാൾ ലിനേസ് വേറെ. കാൾ ലിനേസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ്. കാൾ ലാൻഡ്സ്റ്റൈനർ രക്തവുമായി ബന്ധപ്പെട്ടാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. സ്റ്റെയിൻ എന്നൊക്കെ പറഞ്ഞതാണ് കറ അല്ലെ, രക്തത്തിന്റെ കറ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കാൾ ലാൻഡ്സ്റ്റൈനർ രക്തഗ്രൂപ്പ് കണ്ടെത്തി അല്ലെങ്കിൽ RH ഘടകം കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. എന്നാൽ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തചംക്രമണം കണ്ടെത്തിയതും വില്യം ഹാർവിയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാലും വില്യം ഹാർവിയാണ്. അടുത്ത് പഠിക്കേണ്ടത് ആന്റിബയോട്ടിക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആന്റിബയോട്ടിക്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണെന്ന് ചോദിച്ചാൽ പെനിസിലിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് പെനിസിലിൻ ആണ്. അത് കണ്ടെത്തിയ വ്യക്തിയാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പോൾ ആന്റിബയോട്ടിക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും പെനിസിലിൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെനിസിലിൻ ആണ്. ആന്റിബയോട്ടിക്കിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പെനിസിലിൻ നിർമ്മാണ കേന്ദ്രം ഏതാണെന്ന് പഠിച്ചു നോക്കണം. പിംബ്രിയാണ്. മഹാരാഷ്ട്രയിലെ പിംബ്രിയാണ് ഇന്ത്യയിലെ പെനിസിലിൻ നിർമ്മാണ കേന്ദ്രം. അപ്പോൾ ഇന്ത്യയിലെ പെനിസിലിൻ നിർമ്മാണ കേന്ദ്രം പിംബ്രി, മഹാരാഷ്ട്ര. ഓർത്തിരിക്കുക, പിംബ്രി മഹാരാഷ്ട്രയാണ്. അടുത്ത് പഠിക്കാനുള്ളത് ആയുർവേദത്തിന്റെ പിതാവ് ആരാണ് എന്നാണ്. ആയുർവേദത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിന്റെ പിതാവ് ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോട്ടയ്ക്കൽ. ഓർത്തിരിക്കുക, കോട്ടയ്ക്കലാണ് ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ. ആരൊക്കെയാണ്? ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. അഷ്ടാംഗ ഹൃദയം രചിച്ച വ്യക്തിയുടെ പേര് പഠിച്ചു വെക്കണം. വാഗ്ഭടനാണ്. അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടനാണ്.
അപ്പോൾ ഓർത്തിരിക്കുക, എൻഡോക്രൈനോളജി ടി അഡിസൺ, ഇന്ത്യൻ വനശാസ്ത്രം ഡേറ്റ്രിച്ച് ബ്രാൻഡിസ് ആണ്, മനഃശാസ്ത്ര അപഗ്രഥനം സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്, പുസ്തകം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, ബ്ലഡ് സർക്കുലേഷൻ ചോദിച്ചാൽ വില്യം ഹാർവി, രക്തചംക്രമണം രക്തപര്യന വ്യവസ്ഥ എന്ന് ചോദിച്ചാലും വില്യം ഹാർവി ആണ്, രക്തഗ്രൂപ്പ് RH ഫാക്ടർ ചോദിച്ചാൽ കാൾ ലാൻഡ്സ്റ്റെയ്നർ, ആന്റിബയോട്ടിക് ചോദിച്ചാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് പെൻസിലിനാണ്, കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആന്റിബയോട്ടിക്കിലെ രാജാവ് എന്നറിയപ്പെടുന്നത് പെൻസിലിനാണ്. ഇന്ത്യയിലെ പെൻസിൽ നിർമ്മാണ കേന്ദ്രമാണ് പിംബ്രി, മഹാരാഷ്ട്ര. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആത്രേയ മഹർഷിയാണ്. ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടനാണ്. വാഗ്ഭടൻ എഴുതിയ പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോട്ടയ്ക്കൽ. അപ്പോൾ അടുത്തത് DNA ഫിംഗർ പ്രിന്റിങ്. DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അലക് ജെഫ്രി. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ പിതാവ് ചോദിച്ചാൽ അലക് ജെഫ്രി ആണ്. അപ്പോൾ ഓർത്തിരിക്കാൻ ആലോചിച്ചാൽ മതി, DNA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫിംഗർ പ്രിന്റ് അല്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലക്കി കഴിഞ്ഞാൽ ആ DNA ഫിംഗർ പ്രിന്റ് അങ്ങ് പോകുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് അലക് ജെഫ്രി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് അലക് ജെഫ്രി ആണ്. അടുത്ത് പഠിക്കേണ്ടത് രോഗപ്രതിരോധ ശാസ്ത്രം, ഇമ്മ്യൂണിറ്റി അല്ലെ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു പ്രതിരോധ ശക്തി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ എഡ്വേർഡ് ജെന്നർ, രോഗപ്രതിരോധ ശാസ്ത്രം എഡ്വേർഡ് ജെന്നർ ആണ്. ഈ എഡ്വേർഡ് ജെന്നർ ആണ് സ്മോൾ പോക്സ് വാക്സിൻ കണ്ടെത്തിയത്, അല്ലെങ്കിൽ വസൂരിക്കുള്ള വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ. ഈ വസൂരി എന്ന് പറയുന്നത് ഒരു വൈറസ് കോസിങ് ഡിസീസ് ആണ്. അപ്പോൾ എഡ്വേർഡ് ജെന്നർ ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത്. അതുകൊണ്ട് രോഗപ്രതിരോധ ശാസ്ത്രം എന്നറിയപ്പെടുന്നു. അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് അലക് ജെഫ്രി ആണ്. രോഗപ്രതിരോധ ശാസ്ത്രം എഡ്വേർഡ് ജെന്നർ ആണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് വസൂരിക്കുള്ള വാക്സിൻ കണ്ടെത്തിയത്, സ്മോൾ പോക്സ് വാക്സിൻ അല്ലെങ്കിൽ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. അതുകൊണ്ട് രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും വാക്സിനേഷന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്ത് പഠിക്കേണ്ടത് വൈദ്യശാസ്ത്രം, മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോപൊട്ടാമസ് അല്ല, ഹിപ്പോക്രാറ്റസ്. വൈദ്യശാസ്ത്രം ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് അലക് ജെഫ്രി, രോഗപ്രതിരോധ ശാസ്ത്രം എഡ്വേർഡ് ജെന്നർ, അദ്ദേഹമാണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത്. വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എഡ്വേർഡ് ജെന്നർ ആണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. വൈദ്യശാസ്ത്രം ഹിപ്പോക്രാറ്റസ്. അടുത്ത് പഠിക്കാനുള്ളത് ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ചോദിച്ചിട്ടുണ്ട്, ഹേബർലാൻഡ് ആണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഹേബർലാൻഡ് ആണ്. ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിന്റെ ഒരു കോശമോ അല്ലെങ്കിൽ ഒരു കല മീൻസ് ടിഷ്യൂസ്, ഒരുപാട് കോശങ്ങൾ കൂടി ചേർന്നാണ് കല ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ടിഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കോശമോ അല്ലെങ്കിൽ ഒരു കലയോ അല്ലെങ്കിൽ ഒരു ഭാഗമോ വേർപ്പെടുത്തി എടുത്തുകൊണ്ട് അതിനെ പരീക്ഷണശാലയിൽ വെച്ച് വളർത്തി തൈകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ആണ്. അപ്പോൾ ഈ തൈകളൊക്കെ വളർത്തുന്നത് ഒരു ലാൻഡിൽ വെച്ചിട്ടാണ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ആണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ആണ്. അടുത്ത പഠിക്കേണ്ടത് റെയ്ക്കി ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ റെയ്ക്കി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് ടെക്നിക്കാണ്. നമ്മുടെ പ്രഷറൊക്കെ കുറക്കാൻ വേണ്ടിയുള്ള, ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് റെയ്ക്കി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയ്ക്കി ട്രീറ്റ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, എന്നോടൊപ്പം പറയണം, വിക്കാവോ ഇസുയി. ജാപ്പനീസ് പേരാണ് വിക്കാവോ ഇസുയി. അപ്പോൾ റെയ്ക്കി ട്രീറ്റ്മെന്റ് ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറൊക്കെ കുറക്കാൻ വേണ്ടിയുള്ള ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് റെയ്ക്കി ട്രീറ്റ്മെന്റ്. അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്കാവോ ഇസുയി ആണ്. അടുത്ത് പഠിക്കേണ്ടത് വൈറോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് WM സ്റ്റാൻലി ആണ്. വൈറോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് WM സ്റ്റാൻലി ആണ്. ഞാൻ കോഡ് പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കോഡ് കിട്ടുമെങ്കിൽ നിങ്ങൾ പരമാവധി അങ്ങനെ ഇട്ട് പഠിച്ചോ. എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുമെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് നല്ല കോഡുകൾ കിട്ടുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും.
അപ്പോൾ വൈറോളജി, വൈറസിനെ കുറിച്ചുള്ള പഠനമാണ് വൈറോളജി. അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് WM സ്റ്റാൻലി ആണ്. WM സ്റ്റാൻലി ആണ് വൈറോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് കീമോതെറാപ്പി. കീമോതെറാപ്പി അല്ലെങ്കിൽ രാസചികിത്സയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ കഴിഞ്ഞ മാസം നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. രാസചികിത്സ അല്ലെങ്കിൽ കീമോതെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ എർലിക് ആണ്. പോൾ എർലിക്. അപ്പോൾ പോൾ എർലിക് ആണ് കീമോതെറാപ്പി അല്ലെങ്കിൽ രാസചികിത്സയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഗാർലിക് കുറച്ചധികം കഴിക്കണമെന്ന് വിചാരിച്ചാൽ എർലിക് എന്ന് കിട്ടും. കീമോതെറാപ്പി പോൾ എർലിക്. പോൾ എർലിക്. അപ്പോൾ കീമോതെറാപ്പി പോൾ എർലിക് ആണ്. അപ്പോൾ അത് മാറിപ്പോകില്ല. കീമോതെറാപ്പി പോൾ എർലിക് ആണ്. അടുത്തത് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി പഠിച്ചു വെക്കണം. ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ ആണ് ജീൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജീൻ തെറാപ്പി ആൻഡേഴ്സൺ ആണ്. ജീൻ തെറാപ്പി ആൻഡേഴ്സൺ ആണ്. അടുത്തത് പ്ലാന്റ് പാത്തോളജി. പ്ലാന്റ് പാത്തോളജി. പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗം വരുന്ന ആ കാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് പാത്തോളജി എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്ലാന്റ് പാത്തോളജി. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റൺ ഡി ബാരി ആണ്. ആന്റൺ ഡി ബാരി. അപ്പോൾ പ്ലാന്റ് പാത്തോളജി എന്ന് പറഞ്ഞാൽ ആന്റൺ ഡി ബാരി ആണ്. പ്ലാന്റ് ഒക്കെ പാത്തിൽ വന്ന് പാത്ത് എന്ന് പറഞ്ഞാൽ വഴിയിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വാരിക്കളയണം എന്ന് ഓർത്താൽ മതി, രോഗങ്ങൾ വരാതിരിക്കണം. അപ്പോൾ പ്ലാന്റ് പാത്തോളജി ആന്റൺ ഡി ബാരി. വാരി എന്ന് ഓർക്കുക, ബാരി. ഓക്കെ. അപ്പോൾ ആന്റൺ ഡി ബാരി ആണ് പ്ലാന്റ് പാത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്ലാന്റ് പാത്തോളജി. പാത്തോളജി എന്ന് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. അടുത്തത് ഇന്ത്യൻ ഫൈക്കോളജി. ഇന്ത്യൻ ഫൈക്കോളജി. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. ഫൈക്കോളജി അല്ലെങ്കിൽ ആൽഗോളജി എന്നും പറയും. അപ്പോൾ ഇന്ത്യൻ ഫൈക്കോളജി, സൈക്കോളജി അല്ല, സൈക്കോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന്. ഇത് ഇന്ത്യൻ ഫൈക്കോളജി ആണ് അല്ലെങ്കിൽ ആൽഗോളജി ആണ്. ഇന്ത്യൻ ഫൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യൻ ആൽഗോളജിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ MOP അയ്യങ്കാർ ആണ്. MOP അയ്യങ്കാർ. ഇന്ത്യൻ ഫൈക്കോളജി അല്ലെങ്കിൽ ആൽഗോളജിയുടെ പിതാവ് MOP അയ്യങ്കാർ. MOP അയ്യങ്കാർ. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അയ്യങ്കാർ, MOP അയ്യങ്കാറാണ് ഫൈക്കോളജിയുടെ, ഇന്ത്യൻ ഫൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ മൈക്കോളജി. ഇന്ത്യൻ മൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. മൈക്കോളജി. അപ്പോൾ ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് EJ ബട്ട്ലർ ആണ്. EJ ബട്ട്ലർ. അപ്പോൾ ഇന്ത്യൻ മൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് EJ ബട്ട്ലർ ആണ്. മൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞേക്കുന്നതാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ്. ഈ അരിസ്റ്റോട്ടിലിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ വെറുതെ പറയാം. ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം, ജന്തുശാസ്ത്രം, ഭ്രൂണശാസ്ത്രം അല്ലെങ്കിൽ എംബ്രയോളജി, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം, ഓർണിത്തോളജി, പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ഇതിന്റെ എല്ലാം പിതാവായിട്ട് വരുന്നത് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ജീവശാസ്ത്രം, ബയോളജി, ജന്തുശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രം. ഇതിന്റെ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം, ഓർണിത്തോളജി, ഇവയുടെ എല്ലാം പിതാവായിട്ട് വരുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഞാൻ മുന്നേ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് സ്പീഡിലൊന്ന് പറഞ്ഞു പോയത്. അടുത്തത് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ തിയോഫ്രാസ്റ്റസ് ആണ്. ഇത് ഞാൻ മുന്നേ പഠിപ്പിച്ചേക്കുന്നതാണ്, തിയോഫ്രാസ്റ്റസ്. അപ്പൊ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ തിയോഫ്രാസ്റ്റസ് ആണ്. അതുപോലെ ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവും പഠിച്ചു വെക്കണം. ആധുനിക സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. അപ്പൊ കാൾ ലിനേയസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നേരത്തെ. ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് കാൾ ലിനേയസ്. ആധുനിക സസ്യശാസ്ത്രം ചോദിച്ചാലും കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ് ആധുനിക സസ്യശാസ്ത്രം. കാൾ ലാൻഡ്സ്റ്റൈനർ നമ്മൾ പഠിച്ചു. രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ RH ഘടകമൊക്കെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണെന്ന് പഠിച്ചു. കാൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രം, ആധുനിക സസ്യശാസ്ത്രം. സസ്യശാസ്ത്രം തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രം തിയോഫ്രാസ്റ്റസ് ആണ്. അപ്പൊ ഇത്രയുമാണ് ബയോളജിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ. അപ്പോൾ ഇത്രയും 35 പേരുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 35 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേരുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും.
ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ബാക്കി എന്തും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.